കണ്ട ഇതേപോലെ വലിക്കാൻ മറക്കരുത്. ഇതാണ് നമ്മൾ നൂൽ വെട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണിത്. അതിന് ശേഷം നമ്മൾ ഈ 2 വള്ളികളും ഒന്ന് ടൈറ്റായി കെട്ടുക. ഇത് ഊരിപ്പോവാണ്ടിരിക്കാനും പിന്നെ ഒരു സെക്യൂർ ആക്കാനും കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിങ്ങനെ ഈ പൂവിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തിരികെ വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. തിരികെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വെട്ടാം. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെട്ടുകയാണെങ്കിൽ ഇത് അഴിയാനും പൂവ് നാശമാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ചെയ്യണത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കും ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മടങ്ങിയിരിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് തള്ളി കൊടുക്കുക. എന്നാലാണ് ആ പഫ് ശരിക്കും ഫോമായിട്ട് വരുള്ളൂ. ഇപ്പം നമ്മുടെ പഫ് ഫ്ലവർ ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും മനസ്സിലായി.